ഇതിൽ ഡീസൻറ്റ് കുറവുള്ള ആരാണെന്ന് വെച്ചാൽ ഒറ്റ ഉത്തരവുള്ളൂ. ആയിരിക്കും. ഇനി നിങ്ങളെയൊക്കെ പണി കൂട്ടാൻ പോണേ ഉള്ളൂ. സ്വന്തമായിട്ട് ചാനൽ തുടങ്ങി. ഇടി അല്ലെങ്കിൽ ഇന്നാണ് ജീവിതത്തിൽ. ചായക്കട ഇട്ടുകൊണ്ട് നടന്നിരുന്ന ആള് കോർപ്പറേറ്റ് ലെവലിലേക്ക് മാറുമല്ലേ. മുമ്പ് പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ട് ആ ഏരിയയിൽ എനിക്ക് അഭിനയിക്കുന്നുണ്ടായിരുന്നെങ്കിൽ എൻ്റെ എത്രയോ സിനിമകൾ നടക്കുന്നു. എനിക്ക് ഓരോ റോളുകൾ ചെയ്യുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പക്ഷെ എനിക്ക് അറിയണ്ടേ. ബനാനെ ആ ടീമാണ്. അല്ലു അർജുനെങ്ങാനോ ഹീറോയിങ് എന്ന് ആലോചിച്ച് നോക്കി ഏത് ലെവലിലേക്ക് ആ പടം പോയേനെ. അതെ, ഇത് ഇദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പൊ അമ്മയുടെ കുടുംബ സംഗമമാണ്. മേടിച്ചു പോയി അമ്മയുടെ. എന്താ ഹൈദരാലിക്ക് വിശ്വാസമല്ലേ? നല്ലതല്ലേ പറഞ്ഞു. അതെന്താ അങ്ങനെ പറഞ്ഞത്? ഡൗട്ടുള്ള ഒരാള്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ 4 അതിഥികൾ, 4 പേർക്കും സ്വാഗതം. താങ്ക് യു. ഇഡി എക്സ്ട്രാ ഡീസൻറ്റ്. ഇതിൽ ഡീസൻറ്റ് കുറവുള്ള ആരാണെന്ന് വെച്ചാൽ ഒറ്റ ഉത്തരവുള്ളൂ. ആയിരിക്കും. ഓക്കെ അല്ലേ? തുടക്കണം എന്നുള്ളതാണ്. അത് പേര് പറഞ്ഞ് ഇങ്ങനെ കാണിച്ചാൽ അത് ഞാൻ കട്ടിയില്ല. ചോദിച്ചു തുടങ്ങാം നമുക്ക്. അല്ല, ഇങ്ങനെ എത്ര നമ്മൾ കൊണ്ടിരിക്കുന്നു. ദുബായിൽ വരെ പോയിട്ട് പിന്നെയാണ് നമുക്ക് പേടി. കറക്റ്റ് മറുപടി എനിക്ക് ഇഷ്ടപ്പെട്ടു. സിനിമയിൽ എക്സ്ട്രാ ഡീസൻ്റ് ആരാ? സിനിമയില് എല്ലാവരും എക്സ്ട്രാ ഡീസൻ്റ്. അതെ. പ്രൊഡ്യൂസർ എന്ന നിലയിൽ നിങ്ങൾ 2 എക്സ്ട്രാ ഡീസൻ്റ് ആണെന്ന് ഞാൻ ഡയറക്ടറിൻ്റെ അടുത്തും നമ്മുടെ നടിയുടെ അടുത്തും ചോദിക്കും. ചോദിച്ചോളൂ. എങ്ങനെയാണ് ഈ 2 പ്രൊഡ്യൂസർമാർ? എഴുതി ഒപ്പിട്ട് തരാം. അല്ലെന്ന് തിരിച്ചൊന്ന് വേണ്ട എന്ന് പറഞ്ഞാണ് ഗ്രേസ് എൻ്റെ കൂടെ നിൽക്കുന്ന എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. ഫുൾ പൈസ കൊടുത്തില്ലേ? ഇപ്പൊ എല്ലാം മാറ്റി പറയുന്നു. എഴുതി ഒപ്പിട്ട് തരാം ആണെന്ന്. എനിക്കൊരു ആശ്വാസം ആയിക്കണമെന്ന് ആദ്യം പറഞ്ഞാണല്ലേ. ആയിക്കോട്ടെ. എന്തായാലും നല്ലൊരു സിനിമ വീണ്ടും പ്രേക്ഷകർ മുമ്പിലേക്ക് എത്തുകയാണ്. ലിസ്റ്റിനെ പ്രൊഡ്യൂസർ എന്ന നിലയിൽ കുറേ സിനിമകളായി. ഇപ്പം 4 സിനിമകൾ അല്ലേ? എനിക്ക് തോന്നുന്നു 4 സിനിമകൾ, 2 ഷൂട്ട് നടക്കുന്നു. ഇതിറങ്ങാൻ നിൽക്കുന്ന 4 സിനിമകളുടെ ഭാഗമായിട്ടാണ്. ഇൻഡസ്ട്രിയിൽ 4 നടക്കുന്നുള്ളൂ. അത് സത്യം, 100%. ഇൻഡസ്ട്രിയിൽ സിനിമകൾ കുറവാണ്. ആ ഭാഗമായിട്ട് നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇന്നലെ മുതൽ എല്ലാ ഇൻ്റർവ്യൂവിലും ലിസ്റ്റും പങ്കെടുക്കുന്നുണ്ട്. അതും ഒരു സംഭവമായിട്ട്. പിന്നെ തീർച്ചയായിട്ടും അതെ. എന്താണ് അങ്ങനെ ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കാം. കാര്യം ലൊക്കേഷനിൽ ഇദ്ദേഹം ചെന്ന് കഴിഞ്ഞാൽ അവിടെ പണി നടക്കൂല. എന്തെങ്കിലും നടക്കുന്ന ഇതാകുമ്പോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പറഞ്ഞങ്ങ് നമുക്കിത് ആൾക്കാരിലേക്ക് എത്തിക്കണമല്ലോ. അതെ അതെ അതെ. ആദ്യം വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു, നിർബന്ധിക്കണം എന്ന് പറഞ്ഞു. നിർബന്ധിച്ച് ഞാൻ വരാന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഞങ്ങളെല്ലാം കൂടി നിർബന്ധിച്ചു. എല്ലാവരും നിർബന്ധിച്ചു. ഇനി നിങ്ങളെയൊക്കെ പണി കൂട്ടാൻ പോണേ ഉള്ളൂ. സ്വന്തമായിട്ട് ചാനൽ തുടങ്ങി. അതിലേക്ക് വരുന്നുണ്ട്. അതെനിക്ക് ഗൗരവമായിട്ട് കാര്യങ്ങൾ ചോദിക്കാം. അതിന്റെ ട്രയലാണ് ഈ നടക്കുന്നത്. അതെ അതെ അതെ. ഇതിലെ ചളിയൊക്കെ പറഞ്ഞിട്ട് ഇത് എങ്ങനെയുണ്ട് വർക്കാണോ നോക്കിയിട്ട് കറക്റ്റ് ഈ ട്രാക്ക് പിടിച്ച് പോകാന്നുള്ളല്ലേ. ലിസ്റ്റിനെ പറയാം. പുതിയ സിനിമകൾ 4 സിനിമകൾ അല്ലേ? ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ സന്തോഷവാനാണ്. ഒരു മാറ്റവും. തീർച്ചയായിട്ടും ഇത് ഹൈദരാലിയുടെ സ്വന്തം ചാനലാണെങ്കിൽ നമ്മൾ ആ രീതിയിലുള്ള ഉത്തരം, ഹൈദരാലിയുടെ പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ വേറൊരു ഉത്തരം, ഇനി അല്ല ഹൈദരാലി ജോലി ചെയ്യുവാണെങ്കിൽ വേറൊരു ഉത്തരം. നമ്മുടെ സ്വന്തം ചാനലാണ്. അങ്ങനെയാണ് നമ്മൾ തിമിർക്കും. എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. അതെ. അല്ല, വളരെയധികം സന്തോഷം. ഈ സിനിമകളെല്ലാം ഇങ്ങനെ 1 by 1 എല്ലാം വന്നു ചേർന്നാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് നല്ല സിനിമകൾ, നല്ല കഥകൾ കിട്ടുമ്പോൾ നമ്മളത് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ജോലി. അപ്പം ആ ജോലി ഭംഗിയായിട്ട് നടക്കുന്നു. കാരണം എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകർ ഞാനില്ലെങ്കിൽ എൻ്റെ ഒരു ആബ്സൻസ് ഒരു അതറിയിക്കാതെ അവരത് ചെയ്യിക്കുന്നു എന്നുള്ളതാണ് നമുക്കിങ്ങനെ ചെയ്യാനായിട്ട് പറ്റുന്നത്. പിന്നെ എല്ലാ സ്റ്റോറികളും നമ്മൾ കേൾക്കുമ്പോൾ ഒന്നിനൊന്നിനും ഓരോ രീതിയിൽ ഡിഫറെൻ്റ് ആയതുകൊണ്ടിട്ടാണ് അത് നടക്കുന്നത്. ഇപ്പം ഇഡി ഇപ്പോൾ 20-ാം തീയതി ഇറങ്ങാൻ പോകുന്ന ഈ സിനിമകളിൽ ഏറ്റവും ആദ്യം റിലീസ് ചെയ്യുന്ന സിനിമയാണ് ഇഡി. ഇതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടുള്ളൊരു സിനിമയാണ്. കാരണം ഞാൻ വിശ്വസിക്കുന്ന ഒരു കൊച്ചു സിനിമയാണ്. ഇതൊരു വലിയ സിനിമയാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഒരു ചെറിയ തോതിൽ വന്ന് ഒരു ചെറിയ സിനിമ എന്നൊക്കെ ഉള്ളൊരു ഇതിലാണല്ലോ കാണുക. പക്ഷേ ഇതിൻ്റെ റിസൾട്ട് വലുതായിരിക്കുമെന്ന് പേഴ്സണലി ഞാൻ ഇതിൻ്റെ അകത്ത് വിശ്വസിക്കും. ഇത് എൻ്റെ സിനിമ ആയതുകൊണ്ടിട്ടല്ല, ഞാൻ ഈ സിനിമയുടെ ഭാഗമായതുകൊണ്ടിട്ടും അല്ല. കാരണം നല്ല സിനിമകൾ നമ്മൾ തിയേറ്ററിൽ പോയി കാണാറുണ്ട്. ഇപ്പോൾ കിഷ്കിന്ധാണ്ടം അല്ലെങ്കിൽ മറ്റ് സിനിമകളെല്ലാം, ഓഡിയോ സിനിമകളൊക്കെ നമ്മൾ വേറെ പ്രൊഡ്യൂസറായിട്ടെല്ലാം നമ്മൾ സിനിമ പോയി കാണുമല്ലോ തിയേറ്ററിൽ. ഇത് വേറെ ആര് ചെയ്തു കഴിഞ്ഞാലും ഇതിന്
ഒരു നല്ല റിസൾട്ട് സംഭവിക്കേണ്ട ഒരു സിനിമയാണെന്നുള്ളൊരു പൂർണ്ണ ബോധ്യമുണ്ട്. കാരണം ഞാൻ ഉൾപ്പെടെ നമ്മുടെ കൂടെ മുന്നെയൊക്കെ സംവിധാനം ചെയ്തിട്ടുള്ള ഒരു റൈറ്റേഴ്സൊക്കെ ഈ സിനിമകൾ, ഫ്രണ്ട്സൊക്കെ ഈ സിനിമകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു പോസിറ്റീവ് ഭയങ്കരമായിട്ട് പറഞ്ഞതുകൊണ്ടിട്ടാണ് അവർക്കൊക്കെ ഭയങ്കരമായിട്ട്, ഇപ്പം എന്നേക്കാൾ കൂടുതൽ അവർക്കൊക്കെ ഈ സിനിമകൾ കൂടുതൽ വർക്കായി. പല സീനുകളായിക്കോട്ടെ, സിറ്റുവേഷൻസ് ആയിക്കോട്ടെ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ജനുവരി 10-ാം തീയതിയൊക്കെ ആയപ്പോൾ ഒരു മോണോപ്പൊളി സോളോ റിലീസിൽ പ്ലാൻ ചെയ്ത ഈ സിനിമ ഇവരുടെ ഒക്കെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ക്രിസ്മസിന് കൊണ്ടുവന്ന് ഫെസ്റ്റിവലിന് ചെയ്യാം. കഴിഞ്ഞ പ്രാവശ്യം കണ്ടില്ലേ, കിഷ്കിന്താണ്ടൊക്കെ ഓണത്തിനല്ലേ റിലീസ് ചെയ്തത്, എന്നിട്ട് എത്ര വലിയ ഹിറ്റായി. സോ അങ്ങനെ കൂട്ടത്തിലുള്ളപ്പോൾ ഒരു കമ്പാരിസണും ഒക്കെ വരുമല്ലോ എന്നുള്ള ഇവരുടെയും കൂടെ ഒരു എന്താ പറയുക, ആ പറച്ചിലാണ് നമ്മളെ ഡിസംബർ 20 പ്രീപോണ്ട് ചെയ്ത് ഇത് റിലീസ് ചെയ്യിക്കുന്നത്. സോ അപ്പം എല്ലാവരുടെ ഒരു എക്സൈറ്റ്മെൻറ്റ് കാണുമ്പോൾ നമുക്ക് ഈ സിനിമയിൽ പ്രതീക്ഷ കൂടുകയാണ്. സാധാരണ പല സിനിമകൾ നമുക്ക് ഇങ്ങനെ ഇത്രയും കോൺഫിഡൻസോടുകൂടി പറയാൻ പറ്റത്തില്ല. ഇതൊരു ഇനിയിപ്പോൾ എന്തും ആയിക്കോട്ടെ, ഈ സിനിമ എങ്ങനെ ഇട്ട് മറിച്ചിട്ട് തിരിച്ചിട്ട് ഗുണിച്ചിട്ട് ഹരിച്ചാലും ഈ സിനിമ മിനിമം ഉണ്ട്. മിനിമം രീതിയിൽ ഈ സിനിമ എങ്ങനെ വന്നു കഴിഞ്ഞാലും വർക്കാവണം. കാരണം ഒരു സിനിമ വർക്കാവുക എന്ന് പറയുന്നത് സാമ്പത്തിക ലാഭത്തിൽ തന്നെ അല്ലല്ലോ. ആ സിനിമ പേഴ്സണലി കാണുമ്പോൾ അതൊരു സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുക. ഈ സിനിമയൊക്കെ എനിക്ക് തോന്നുന്നത് ഇതിൽ അഭിനയിച്ച ആർട്ടിസ്റ്റുകളിലൊക്കെ ഒരു ബെസ്റ്റ് പെർഫോമൻസ് ആയിരിക്കും. പ്രത്യേകിച്ച് സുരാജിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് എന്താ പറയുക, അത് ഒരു എക്സ്ട്രാ ഓർഡിനറി, അല്ലെങ്കിൽ സുരാജിൻ്റെ കരിയറിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫിലിം ആയിരിക്കും ED എന്നുള്ളത് നിസ്സംശയം പറയാം. തീർച്ചയായിട്ടും മിനിമം ഗ്യാരണ്ടി തന്നെ ലിസ്റ്റും കൊടുത്തു. ലിസ്റ്റും പല സിനിമകൾ എടുത്ത ആളാണ്, അന്യഭാഷ സിനിമകൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത ആളാണ്. ഇതിലെല്ലാം ഇതൊരു മിനിമം ഗ്യാരണ്ടി MG കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ സിനിമ ഹൈയിലേക്ക് എത്തുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു, സ്വയം വിശ്വസിക്കുന്നു. ഞാനൊരു പ്രേക്ഷകൻ എന്ന നിലയിലാണ് ഇപ്പോൾ പറയുന്നത്, ഞാനും വിശ്വസിക്കുന്നു. സുരാജേട്ട ഈ സിനിമ ഇപ്പോൾ പറഞ്ഞ പോലെ സുരാജേട്ടൻ്റെ കരിയറിൽ ഏറ്റവും നല്ല സിനിമയായിരിക്കുന്നത്. സുരാജ് ചേട്ടൻ ചെയ്ത സിനിമകളൊക്കെ നമുക്കറിയാം. ഇപ്പോൾ ഇടയ്ക്ക് മുറയാണെങ്കിൽ നമ്മൾ കണ്ട് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. വേറെ ടൈപ്പ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് വന്നപ്പോൾ നമുക്കൊരു സൈക്കോ മൂഡൊക്കെ എനിക്ക് തോന്നുന്നു. എങ്ങനെയാണ് ഈ സിനിമ ഒന്ന് പറയൂ, കഥ പറയാതെ? ഇതിൻ്റെ കഥ പറയാൻ പറ്റില്ല, അതാണ് എനിക്ക് ഹുക്കായത്. ഇതിൻ്റെ കഥയാണ് ഇതുവരെ വരാത്ത, എങ്ങും ഇതുവരെ ആരും പറഞ്ഞിട്ടില്ലാത്ത, ഒരു ഭാഷകളിലും പറഞ്ഞിട്ടില്ലാത്ത ഒരു കഥയാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ ഭയങ്കര രസകരമായിട്ട് തോന്നി. പിന്നെ കഥാപാത്രം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, എന്നാൽ നമ്മളൊക്കെ ചെയ്യണമെന്ന്, ആർക്കും ചെയ്യണമെന്ന് ആഗ്രഹം തോന്നുന്ന ഒരു കഥാപാത്രമാണ്. അത് എന്നിലേക്ക് വന്നതിന് താങ്ക് യു, ദൈവത്തിന് നന്ദി. ആമിറാണ് വന്ന് കഥ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഹുക്കായി. സംഭവം കൊള്ളാലോ, പ്രൊഡ്യൂസർ ഉണ്ടോ എന്ന് ചോദിച്ചു. ഭാഗ്യത്തിന് പുള്ളിയില്ലെന്ന് പറഞ്ഞു. എന്നാൽ ഇത് ചെയ്തേക്കാം എന്ന്. അതിൻ്റെ കഥാപാത്രവും കഥയും അത് തന്നെയാണ് ഇതിലേക്ക് ആകർഷിച്ച മെയിൻ ഘടകം. ഈ പ്രൊഡ്യൂസർ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ചെയ്തേക്കാമെന്ന് തീരുമാനിച്ചല്ലോ. അപ്പം ചെയ്തേക്കാമെന്ന് വെച്ചപ്പോൾ ആദ്യം ചേട്ടൻ തന്നെ ചെയ്യാമെന്നുള്ള, ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് തീരുമാനമെടുത്തു. ലിസ്റ്റ് പിന്നെ ഒന്ന് കൂടുമല്ലോ, ഒറ്റയ്ക്ക് വിടില്ല. അപ്പോൾ എൻ്റെ കൂടെയുള്ള, ഇദ്ദേഹത്തിൻ്റെയും കൂടെയുള്ള ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സന്തോഷ് അണ്ണൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ കഥ വെറൈറ്റി എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ഞാൻ പുള്ളിയെ ഇതൊന്ന് കേട്ടു നോക്ക്, വെറുതെ ഇരിക്കുകയാണെങ്കിൽ. അപ്പോൾ പുള്ളി അത് കേട്ടിട്ട് ഇത് ലിസ്റ്റിനെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ഞാൻ പറഞ്ഞു അതെന്തിന്, ഞാൻ ചെയ്യാന്നേ. അപ്പോൾ പറഞ്ഞത് സാറിനെ കൂടെ കേൾപ്പിക്കാം. ഞാൻ പറഞ്ഞു ശരി കേട്ടോളൂ. അപ്പോൾ കഥ കേട്ടിട്ടല്ല, അത് നമ്മളെ സ്ഥിരം അദ്ദേഹത്തിൻ്റെ പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുള്ളത് കൊണ്ടോ കുഞ്ഞമ്മയുടെ മോനായതുകൊണ്ട് അങ്ങനെയൊന്നും അല്ല. കഥ കേട്ട് കൃത്യമായിട്ടും മനസ്സിലാക്കിയതിന് ശേഷം ഇതിലിറങ്ങി. അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമായിരുന്നു ഈ സിനിമ. തീർച്ചയായിട്ടും ചെയ്യണം. ഇത് സംഭവിക്കേണ്ട സിനിമയാണ്. ഇത് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. സോറി എന്താ പറഞ്ഞു, അപ്പൊ നീണ്ടു പോകും. അത് സിനിമയ്ക്ക് സംഭവിക്കാൻ ഒരു സമയമുണ്ടല്ലോ. ഇപ്പൊ ആര് പ്രൊഡക്ഷൻ ചെയ്തില്ലെങ്കിൽ ഈ സിനിമ സംഭവിക്കേണ്ട ഒരു സമയത്ത് സംഭവിക്കേണ്ട ഒരു സിനിമയാണ്. കാരണം എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റാണ്, പിന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കഥാപാത്രമാണ്. സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതാണല്ലോ ഏറ്റവും വേണ്ടത്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കഥാപാത്രമായിരിക്കണം. ഇതിൻ്റെ ചെറുത് ഒന്ന് എൻ്റെ വീട്ടിലുണ്ടല്ലോ, ഇല്ലെങ്കിൽ ഇതിൻ്റെ വലിയ രൂപം ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, ഇല്ലെങ്കിൽ തൊട്ടപ്പുറത്തെ വീട്ടിലുണ്ടല്ലോ. ചിലരൊക്കെ പ്രതികരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു വിഷയത്തിനൊക്കെ പ്രതികരിക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ, ഇങ്ങനെയൊക്കെ പ്രതികരിക്കണോ എന്ന് നമുക്ക് തോന്നിപ്പോകൂലേ. അത് വേണ്ടിയിരുന്നു എന്നൊക്കെ നമുക്ക് ഓർമ്മപ്പെടുത്തുന്ന, അല്ലെങ്കിൽ സിനിമ കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോഴും നമ്മൾ ചിരിച്ചുകൊണ്ടേ തിയേറ്ററിൽ നിന്ന് ഇറങ്ങും. സിനിമ കഴിഞ്ഞിട്ട് നമ്മളെ ചിലപ്പോൾ അതിനൊന്ന് ചിന്തിപ്പിക്കും, ശരിയാണല്ലോ, അത് നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒരു ഓർമ്മപ്പെടുത്തൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ള
ഒരു സബ്ജക്റ്റാണ് കഥാപാത്രം. ഈ ആദ്യം പോയി കഥ പറയുന്നു, പ്രൊഡ്യൂസർ ഇല്ല എന്ന് പറയുന്നു, ചെയ്യാമെന്ന് ഏറ്റെടുക്കുന്നു, വളരെ സന്തോഷവാനാവുന്നു അല്ലേ? ഒരു സിനിമ ഡയറക്ടറിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷമാണ്. നമ്മളൊരു കഥ പറഞ്ഞു, എനിക്ക് പ്രൊഡ്യൂസർ ഇല്ല, ഞാൻ ചെയ്യാമെന്ന് സുരാജേട്ടൻ പറയുന്നു, വളരെ സന്തോഷവാനായി തിരിച്ചു പോകുന്നു. പിന്നീടാണ് ലിസ്റ്റിൻ്റെ ഒരു വരവ് അല്ലേ? ലിസ്റ്റും പിന്നീടാണ് എൻ്റെ ആവും. എങ്ങനെയായിരുന്നു നിങ്ങൾ സുരാജേട്ടൻ ചെയ്യാമെന്നൊരു ലിസ്റ്റും കൂടെ വന്നു കഴിഞ്ഞപ്പോഴുള്ളൊരു കോമ്പോ ഉണ്ടല്ലോ, അതെങ്ങനെയാണ് ഡയറക്ടർ എന്ന നിലയിൽ വർക്കായത്? ഭയങ്കരമായിട്ട് സന്തോഷമായി. കാരണം ഡബിൾ സെഞ്ചുറി. അതെ, സുരാജേട്ടൻ ഇത് ചെയ്യാന്ന് പറയുമ്പോൾ ഒരു സന്തോഷം. 10-24 വർഷമായിട്ട് സിനിമ ഇൻഡസ്ട്രിയിൽ ഒരാൾ, നമ്മളെ പല സിനിമകൾ കൊണ്ട് അത്ഭുതപ്പെടുത്തിയ ഒരു മനുഷ്യൻ, ഞാനിത് പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ്, അത് മൂപ്പർക്ക് ആ കഥ അത്രത്തോളം പറയുമ്പോൾ കിട്ടിയത് കൊണ്ടുകൂടിയാണ്. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീണ്ടും അപ്പോഴും പുള്ളിക്ക് അതൊരു വിശ്വാസം വന്നില്ല. കാരണം സുരാജേട്ടനാണല്ലോ പറയുന്നത്. തമാശക്ക് പറഞ്ഞ പുള്ളി ഒത്തിരി തമാശ പറയുന്നുണ്ടല്ലോ. ആ കൂടെ ഞാൻ ഇതും തമാശ എന്ന് നിനക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞ വിഷയമാണ്. പിന്നെ ഞാനും കൂടെ ഉള്ളിലേക്ക് വന്നപ്പോഴാണ് ഇത് സീരിയസ് ആയി മാറിയത്. അപ്പോഴാണ് എനിക്ക് വിശ്വാസം കൂടുതൽ പോയത്. അതുവരെ ഞാൻ വിശ്വസിച്ചിരുന്നു. ലിസ്റ്റിൻ സ്റ്റീഫനും കൂടി ഉണ്ട് എന്നോട് പറഞ്ഞാ നമുക്ക് പിന്നെ ലിസ്റ്റിനും കൂടി ഉണ്ടാവും പ്രൊഡക്ഷനിൽ എന്ന് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു ശരിക്കും എന്ന് ചോദിച്ചു. അതുവരെ എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പോ അങ്ങനല്ല. അപ്പൊ ഇവർ രണ്ടുപേരും ഈ സിനിമ ചെയ്യുക, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതിനപ്പുറത്ത് ഇപ്പൊ ഇവർ തന്നെ ഉപയോഗിക്കുന്ന ടേമാണ് പ്രൊജക്റ്റിനേക്കാളും പ്രൊഡക്റ്റിലാണ് വിശ്വസിക്കുക എന്നുള്ളത്. അപ്പൊ ആ പ്രൊഡക്റ്റ് നമുക്ക് ഇത് നന്നാക്കി എടുക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. പക്ഷെ അത് ആര് ഇതിനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. എടുത്തു വെച്ചതിന് ശേഷമാണല്ലോ സിനിമ എത്തുന്നതിനനുസരിച്ചായിരിക്കും അതിനെ. അപ്പൊ അത് ലിസ്റ്റിൻ സ്റ്റീഫൻ എന്നുള്ള ആള് അവിടെ ഉണ്ടാകുമ്പോൾ നമുക്ക് ആ ധൈര്യം ഒന്നുകൂടി കൂടി എന്നുള്ളതാണ്. പിന്നെ പ്രൊഡ്യൂസർ എന്ന രീതിയിലെല്ലാം സുരാജേട്ടൻ ഈ സിനിമയെ അപ്രോച്ച് ചെയ്തിട്ടുള്ളത് മീൻസ് കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അത് സെറ്റിലൊക്കെ ആക്ടർ എന്നുള്ള അർത്ഥത്തിൽ തന്നെയായിരുന്നു. പലപ്പോഴും പ്രൊഡ്യൂസറെ ഞങ്ങൾ അതിങ്ങനെ നോട്ടം നോക്കി അതൊന്ന് ക്ലോസ് ഒന്നും അടുത്തിട്ടുണ്ട്. പ്രൊഡ്യൂസർ എന്ന അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി നോക്കിയേ കണ്ടില്ലല്ലേ? സംസാരിച്ചത് അത് നോക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനപ്പുറത്ത് ഇരിക്കുന്ന പ്രൊഡ്യൂസറെ ഞങ്ങൾ ചില സമയങ്ങളിലൊക്കെ പറ്റിച്ചിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഗ്രേസിനെ കൊണ്ട് അപ്പുറത്തിരുത്തിക്കുക, ആ കണ്ട അങ്ങോട്ടേ ചിലപ്പോ അപ്പോ അങ്ങനെ. അപ്പോൾ അത് പറയാൻ കാരണം സുരാജേട്ടൻ്റെ അടുത്ത് ചില സീനുകളിലൊക്കെ സുരാജേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ക്ലൈമാക്സ് പരിപാടി ക്ലൈമാക്സ് നീ നോക്കണ്ട, അത് നമ്മൾ ഇനി എത്ര ചിലവായാലും. അപ്പോൾ ഞാൻ സുരാട്ട ശരിക്കും അപ്പോൾ തെറ്റാണ് എന്ന് പറയും, അവിടെ സെറ്റാണെന്ന് പറയും. കാരണം ഞാൻ 1-2 ഇന്റർവ്യൂസ് പറഞ്ഞിരുന്നു, നമ്മുടെ ക്ലൈമാക്സിലാണ് നമുക്ക് ഒരു 15-20% പൈസ ടോട്ടൽ എമൗണ്ട് അല്ലെങ്കിൽ ടോട്ടൽ നമ്മുടെ ഇതിൻ്റെ ബഡ്ജറ്റിൻ്റെ ചിലവഴിക്കേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് അത്രയും കൂളായിട്ട് അതൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഈ പ്രൊഡക്ഷൻ്റെ ക്വാളിറ്റി തന്നെയാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ അത് മീൻസ് അത്രയൊന്നും വേണ്ടടാ, നമുക്ക് ഇങ്ങനെ എടുത്താൽ പോരെ എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ ആ പോരെ പരിപാടി ഇതിലില്ല. അത് വേണം എന്നുള്ളത് നമ്മൾ ആഗ്രഹിക്കും. അതിനേക്കാളും കൂടുതൽ സുരാജേട്ടനും അതിന് അത്രത്തോളം തന്നെ ലിസ്റ്റും. അതെ, അത് അങ്ങനെയാണല്ലോ പ്രൊജക്ട് ഏറ്റവും വിജയിക്കുന്നത് അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. ഗ്രേസ് ഇതിലേക്ക് ഇന്നാവുന്നത് എങ്ങനെയായിരുന്നു? അമീർക്കാണ് എന്നെ വിളിക്കുന്നത്, അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് ഇന്നാവുന്നത്. വിളിക്കുന്നു, കഥ കേൾക്കുന്നു. കഥ കേട്ടപ്പോൾ എന്നോട് ആദ്യമൊക്കെ പറഞ്ഞത് എനിക്കിത് പറഞ്ഞെങ്ങനെ ഫലിപ്പിക്കണം എന്ന് എനിക്ക് അറിയില്ല, ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ, അപ്പം ഇതിൽ എൻ്റെ ക്യാരക്ടർ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു. അതിനകത്ത് അങ്ങനെ എൻ്റെ ക്യാരക്ടറും പറഞ്ഞു. പക്ഷെ എനിക്ക് എൻ്റെ ക്യാരക്ടറിനേക്കാളും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും കേട്ടപ്പോൾ ഈ ക്യാരക്ടർ എന്താ ചെയ്യാൻ പോണത് അങ്ങനത്തെ ക്യൂരിയോസിറ്റി തോന്നിയതും സുരാജേട്ടൻ്റെ ക്യാരക്ടറാണ്. കാരണം അത്ര ഇൻട്രസ്റ്റിംഗ് ആണ് ബിനു എന്ന് പറഞ്ഞ ക്യാരക്ടർ. അപ്പോൾ ഈ പരിപാടിയുടെ ഒരു ഭാഗമാവണമല്ലോ എന്നുള്ള രീതിയിലാണ് പിന്നെ എനിക്ക് സ്ക്രിപ്റ്റ് തന്നപ്പോൾ ഞാൻ അത് ഫുള്ള് വായിച്ചു നോക്കിയപ്പോൾ പരിപാടി കളറാണ്. ഇതിലെന്തൊക്കെയോ ഒരു സംഭവം ഉണ്ട്. ഇത് വന്നു കഴിഞ്ഞാൽ എന്തായാലും ആൾക്കാർക്ക് കൺവിൻസിങ് ആവുന്ന, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ എലമെന്റ്സ് ഉള്ള ഒരു പരിപാടിയാണ്. ഇതിന്റെ ഭാഗമാവണം എന്നുള്ളൊരു തോന്നലിൽ തന്നെയാണ് ഇതിലേക്ക് ഇന്നാവുന്നത്. അല്ല, ഗ്രേസ് ഇതിനു മുമ്പ് ചെയ്ത കഥാപാത്രങ്ങൾ നമ്മൾ വെബ് സീരീസ് ഒക്കെ കണ്ടു കഴിയുമ്പോൾ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്ത ഒരു വ്യക്തിയാണ്. അതെ, ഓരോ ക്യാരക്ടറിനും ഓരോ ഇന്റൻഷൻ ഉണ്ടല്ലോ. ഇതിലെ ഇന്റൻഷൻ ഞാൻ ഇതുവരെ മുന്നേ പ്ലേ ചെയ്തിട്ടില്ല. ഇതിന്റെ ഇന്റൻഷൻ വേറെ. കഥാപാത്രത്തിന്റെ ലുക്കിലുള്ള ഒരു പ്രത്യേകതയല്ല, നമുക്ക് ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യങ്ങൾ ഉണ്ടാവുമല്ലോ. നമ്മൾ പ്ലേ ചെയ്യുന്ന ഓരോ ക്യാരക്ടറിനും ഓരോ എവിടെയോ തുടങ്ങുന്നു, എവിടെയോ അവസാനിക്കുന്നു. അതിൻ്റെ ഒരു തുടക്കവും ഒടുക്കവും നമ്മൾ ഒരിക്കലും പ്ലേ ചെയ്യാത്തൊരു പരിപാടിയാണെങ്കിൽ അതിലെന്തൊക്കെയോ ഒരു മിസ്റ്ററി നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതായിരിക്കും നാളെ ഒരു പ്രേക്ഷകൻ വന്നിട്ട് നിങ്ങൾ ആ ചെയ്ത ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതെനിക്ക് ഈ ഇതിൽ കിട്ടിയിട്ടുണ്ട്. അത് അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് പ്രേക്ഷകർ വീണ്ടും വീണ്ടും നമ്മൾ തിരിച്ചറിയും. വേറെ കഥാപാത്രത്തിന്റെ പേര് വെച്ച് വിളിക്കുമ്പോഴാണ് നമുക്ക് ഗ്രേസ് കഥാപാത്രം കണ്ടിട്ട് ഇന്നായി, ഇനി ഓഡിയൻസ് ഇന്നായാൽ മതി. ഇഡിയിലേക്ക് ഇഡി അല്ലെങ്കിൽ ഇന്നാണല്ലോ ജീവിതത്തിൽ. ട്രാക്കിലേക്ക് വീണത്.
ഈ പേര് കേട്ടപ്പോൾ തന്നെ ലിസ്റ്റിന് ഈ പേരായിരുന്നു തുടക്കത്തിൽ. അത് ലിസ്റ്റ് വന്നപ്പോഴാണ് ED വന്നത്. ആദ്യം ഈ പേരായിരുന്നു, പിന്നീട് പിന്നെ ഒന്ന് മാറ്റി. ലിസ്റ്റ് പറഞ്ഞു എന്തുകൊണ്ട് ED മതി. പിന്നെ മൂപ്പര് പറഞ്ഞു ഇത് മതി. അപ്പോഴാണ് അവിടെ ഇറങ്ങിയത്. വന്നു കഴിഞ്ഞപ്പോ മൂപ്പർക്ക് ചെറിയൊരു ദേഷ്യം ഉണ്ടായിരുന്നു. എന്നാ പിന്നെ പോസ്റ്ററിലും കൂടി ഒന്ന് വെച്ചേക്കാം, ഒഫീഷ്യലാക്കി. അത് കറക്റ്റ് തന്നെയാണ്. ലിസ്റ്റിന്റെ ജീവിതത്തിൽ EDയുമായിട്ട് നല്ല ബന്ധങ്ങളാണുള്ളത്, നല്ല കണക്ട് ചെയ്ത് പോകുന്ന ആളാണ് EDയുമായിട്ട് അല്ലേ. അപ്പോൾ ഈ പേരും അതിനോട് ചേർത്ത് വെക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ ഇടിയും ആ ഇടിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ ഇടി അതായത് ഓർമ്മിപ്പിക്കില്ല, കരച്ചിൽ പറഞ്ഞു. ഈ ഇടി കറക്റ്റായിട്ട് ഇട്ടില്ലെങ്കിൽ മറ്റേ ഇടിന്ന് ഇടി ശരിക്കും ഇടി. ഇത് എക്സ്ട്രാ ഡീസന്റ് ഇടിയാ അല്ലേ. അതെ, നേരത്തെ സുരാജേട്ടൻ പറഞ്ഞല്ലേ, ആദ്യം പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞു, പിന്നീട് സന്തോഷേട്ടൻ കഥ കണ്ടിട്ട് ലിസ്റ്റിനെ കഥ കേൾപ്പിക്കുന്നു, ലിസ്റ്റിന് ഇന്നാകുന്നു, ഞാനും കൂടി ചെയ്യാമെന്ന് തോന്നുന്നു. ലിസ്റ്റിന് ഈ എല്ലാ ആക്ടറുമായിട്ട് ഇപ്പോൾ ചേരുവാണ്. ചാക്കോച്ചനുമായിട്ട് ഇപ്പോൾ ചേർന്നു അല്ലേ, ചാക്കോച്ചനുമായിട്ട് പ്രൊഡക്ഷൻ നടക്കുന്നു, പൃഥ്വിരാജുമായിട്ട് ചെയ്തു, സുരാജുമായിട്ട് ചെയ്യുന്നു. ഇങ്ങനെ ഈ ആക്ടേഴ്സുമായിട്ട് ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണം എന്തായിരിക്കും? അല്ല അങ്ങനെയല്ല, ഗുണത്തിനേക്കാൾ കൂടുതൽ നമ്മളിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സന്തോഷം. ഇപ്പം ഇത് സുരാജിൻ്റെ അടുത്ത് വന്ന പ്രോജക്റ്റാണല്ലോ. ഇപ്പം ഞാൻ എൻ്റെ അടുത്ത് അല്ല ഇത് ആദ്യം വന്നത്, സുരാജേൻ്റെ അടുത്ത് വന്നൊരു പ്രോജക്റ്റ്. പുള്ളിക്കൊരു കംഫർട്ട്, പുള്ളിക്ക് ആദ്യമായിട്ട് പ്രൊഡക്ഷൻ ചെയ്യുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇത് നമ്മളിലേക്ക് കൂടെ PVN വന്നത്. അതൊരു കംഫർട്ട് സോൺ ഉണ്ടല്ലോ. അപ്പോൾ ഞാനുമായിട്ട് നല്ല റിലേഷൻ ഉള്ളത് കൊണ്ടിട്ടാണല്ലോ. നേരെ മറിച്ച് ഇപ്പം ഞാനുമായിട്ട് പുള്ളി ഒരു ഉടക്കിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾ തമ്മിലുള്ള ഒരു ആ കോമ്പിനേഷൻ ഉണ്ടാവത്തുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഇനി ഒരു ഉടക്കുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ടാണ് അയ്യോ 20-ാം തീയതി കഴിഞ്ഞിട്ട് നടക്കാൻ പോകുന്നുണ്ട്. അല്ല അതെ, അപ്പൊ അത് തന്നെയാണ്. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. അതെ, ഞാൻ പറഞ്ഞത് ഇപ്പൊ എല്ലാവരുമായിട്ട് ഇപ്പൊ കൈകോർത്ത് പോകുന്ന ഒരു കാലഘട്ടത്തിലുള്ള പോകുന്നത്. ഞാൻ പറഞ്ഞു ചാക്കോച്ചനായിട്ട് ഇപ്പൊ പടം ചെയ്യുന്നു. അതെ, പറഞ്ഞത് ഒരു ബന്ധങ്ങൾ വെച്ച് തന്നെയാണ് പോകുന്നത്. തീർച്ചയായിട്ടും. ഇപ്പൊ ചാക്കോച്ചനാണെങ്കിലും ഞാൻ കൊണ്ടു കൊടുത്ത ഒരു പ്രോജക്റ്റ് അല്ല ആക്ച്വലി. അത് ചാക്കോച്ചൻ എന്നോട് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് ഇപ്പം പറയും. അങ്ങനെയാണ് അതിന്റെ കഥ ഈവൻ കേൾക്കുന്നത്. നല്ലതൊക്കെ ആദ്യം അവരിലേക്ക് എത്തിയിട്ട് പിന്നെ ചേട്ടനിലേക്ക് പറഞ്ഞ മനസ്സിലാവും. അപ്പം നമ്മളത് ഒരു കംഫർട്ട് സോൺ ആയതുകൊണ്ടിട്ടാണല്ലോ. മനസ്സിലായി. ഇപ്പം ഈ ഡയറക്ടറിന്റെ ഫസ്റ്റ് പടം നിർമ്മിക്കേണ്ടത് ഞാനാണ് ആക്ച്വലി. അപ്പൊ സുരാജേട്ടൻ ചെയ്ത ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ, അന്ന് സുരാജേട്ടൻ അല്ല ആ ക്യാരക്ടർ ചെയ്യുന്നത്. ശരിക്കും അതിന്റെ ടൈറ്റിലൊന്നും അതല്ല, ഞാനാണ് ആ പ്രോജക്റ്റ് ഇന്നായി. അങ്ങനെ PVN ചില കാരണങ്ങൾ കൊണ്ടിട്ട് അത് നടന്നില്ല. പിന്നെ അതിന്റെ മൊത്തം ഇതായി മാറി. പിന്നെ സുരാജേട്ടനായി, പ്രൊഡ്യൂസർ വേറെയായി, ആർട്ടിസ്റ്റുകൾ വേറെയായി, അങ്ങനെയുള്ള സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിപ്പം നമ്മളിലേക്ക് വീണ്ടും വന്നു അതേ ഡയറക്ടറിനോടൊപ്പം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ സിനിമകൾ ഒക്കെ എടുത്തു കൂട്ടുന്നു, അന്യഭാഷാ സിനിമകൾ എടുക്കുന്നു, തിയേറ്ററുകൾ എടുക്കുന്നു. വലിയൊരു ബിസിനസ്മാനായി തന്നെ താങ്കൾ മാറി. ലിസ്റ്റിൻ എന്നൊരു ആൾ പാലായിൽ നിന്നും കൊച്ചിയിലേക്ക് വണ്ടി കയറി വന്നിട്ട് ഇത്രയും ചെറുപ്രായത്തിൽ തന്നെ വലിയൊരു വളർച്ചയാണ്. നമ്മൾക്ക് അഭിമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ചായക്കട ഇട്ടുകൊണ്ട് നടന്നിരുന്ന ആള് കോർപ്പറേറ്റ് ലെവലിലേക്ക് മാറുമല്ലേ? തീർച്ചയായിട്ടും ആ കാലഘട്ടമാണല്ലോ ഇപ്പോൾ എല്ലാം നടക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞു തന്നത് അത്തരമൊരു വളർച്ചയാണ് ലിസ്റ്റിൻ്റെ. ഇപ്പം സിനിമാ മേഖലയിൽ ഇപ്പം നിർമ്മാതാക്കളുടെ സംഘടനയാണ് അവിടെ തലപ്പത്താണ്, ഡിസ്ട്രിബ്യൂഷൻ അസോസിയേഷൻ തലപ്പത്താണ്. ഇനിയിപ്പം ഏതൊക്കെ സംഘടനകൾ അവിടെയൊക്കെ ലിസ്റ്റിന് വേണമെന്ന് സ്വയം തീരുമാനിക്കുകയാണ് അത് ഇതിൻ്റെ കൂടെ ഉള്ളവർ. ലിസ്റ്റിൻ്റെ ഒരു വളർച്ച ഒത്തിരി കഷ്ടപ്പാടുകളോട് വന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല ലിസ്റ്റിന്. പക്ഷെ ഒരു കുടുംബത്തിൽ, സാധാരണ കുടുംബത്തിൽ വന്ന് കൊച്ചിയിലേക്ക് എത്തിയാണ്. ഈ ഒരു വരവിനൊരു കാരണമുണ്ടല്ലോ. എനിക്ക് ഇങ്ങനെയൊക്കെ ആയിത്തീരുമ്പോൾ ഒരു വാശി ഉണ്ടായിരുന്നു ജീവിതത്തിൽ. എനിക്കിതിങ്ങനെ പിടിച്ചെടുക്കണം, ഇതൊക്കെ ഒന്നും ആയിട്ടില്ല, ഇനിയും എനിക്ക് വേണം, അങ്ങനെ ഒരു വാശി ഉണ്ടായിരുന്നു എനിക്ക് ജീവിതത്തിൽ. തീർച്ചയായിട്ടും അങ്ങനെയുള്ള തോന്നലുകളാണല്ലോ നമ്മളൊക്കെ ഇത്രയും ദൂരം ഒരു ആഗ്രഹം, ഈ പറഞ്ഞ മനസ്സിലായി, ഒരു ആശ നമുക്ക് എപ്പോഴും വേണം. അപ്പോൾ അതുണ്ടെങ്കിലേ ഉള്ളൂ നമുക്കത് അതിൻ്റെ പുറകെ നടക്കാനായിട്ട് ഇപ്പോൾ ഇവൻ പറ്റുള്ളൂ. നമ്മൾ പിന്നെ നല്ല രീതിയിൽ ഇപ്പോൾ ഏത് ഒരു ഇതിൽ പെർഫോമൻസ് ചെയ്യുവാണെങ്കിലും ആ ഒരു ഇതിൽ അതിൻ്റെ ഒരു തലപ്പത്തോ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു സ്ഥാനത്താവുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഞാനിപ്പോൾ ഇൻഡസ്ട്രിയിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസറാണ്, കുറേ പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസറാണ്. അപ്പം ഞാൻ അതിൻ്റെ ഒരു സംഘടനയുടെ ഭാഗമാകുന്നതിൽ എന്താണ് തെറ്റിരിക്കുന്നത് പറഞ്ഞ് മനസ്സിലായി. തീർച്ചയായിട്ടും ഞാനല്ല, എന്നെപ്പോലെ വേറെ ഒരാൾ ഇതുപോലെ പെർഫോം ചെയ്യണം, ഓട്ടോമാറ്റിക്കലി അവിടെ വരും. അതല്ല ഇതിൻ്റെ ഒരു ഇതാണല്ലോ. ഇപ്പം സുരാജേട്ടൻ ആർട്ടിസ്റ്റാണ്, അല്ലെങ്കിൽ ഗ്രേസ് ആർട്ടിസ്റ്റാണ്. ഇപ്പോൾ ഇവരുടെ സംഘടനയുണ്ട്, ആർട്ടിസ്റ്റ് അസോസിയേഷൻ ഉണ്ട്. അപ്പം അതിൻ്റെ അകത്തെ ഒരു എക്സിക്യൂട്ടീവിലുള്ളതാണ് അല്ലെ സുരാജേട്ടൻ? സുരാജേട്ടൻ അതിൻ്റെ അകത്തുള്ള അത് സ്വാഭാവികമാണ്, അത് ഓട്ടോമാറ്റിക്കലി വന്ന സ്ഥാനങ്ങളെല്ലാം അല്ലെങ്കിൽ അതെല്ലാം അതിൻ്റെ വഴിയേ വരുന്നതാണ്. പക്ഷേ നമ്മൾ വെട്ടിത്തെഴിക്കുന്ന വഴി അതെങ്ങനെയാണ് ഉണ്ടെന്നുള്ളതാണ്, ഏതിലേക്കാണ് പോകേണ്ടത്, ആരുടെയൊക്കെയാണ് പോകേണ്ടത്, ഏത് തിരഞ്ഞെടുക്കണം, ഏതിനോട് നോ പറയണം, ഇതൊക്കെ നമ്മുടെ മനസ്സിനെ തോന്നിപ്പിക്കുന്നതൊക്കെ നമ്മളൊരു പീസ്ഫുള്ളായിട്ട് നല്ല മൈൻഡോട് കൂടി ടെൻഷൻ ഇല്ലാതെ ഇരുന്നാൽ മാത്രമേ ഉള്ളൂ അത് ശരിയാവുള്ളൂ എന്നാണ് തോന്നുന്നത്. പിന്നെ
എല്ലാവർക്കും എല്ലാം കിട്ടൂലല്ലോ, മനസ്സിലായി. ഇപ്പം ഞാൻ എന്നേക്കാളും നല്ല വിവരമുള്ള വിദ്യാഭ്യാസമുള്ള ലാംഗ്വേജുള്ള ഒരുപാട് ആൾക്കാർ എൻ്റെ ചുറ്റുമുണ്ട് പ്രൊഡ്യൂസേഴ്സ് ആയിട്ടൊക്കെ. പക്ഷെ അവരിലേക്കാളും ഒക്കെ എല്ലാവരും കഷ്ടപ്പെടുന്നുണ്ട്. എല്ലാവർക്കും ഇതിൽ അങ്ങനെ എത്താൻ പറ്റില്ല. ഒരു ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കഷ്ടപ്പാട് ഇതിലേക്ക് എത്തിക്കും. അത് ഉറപ്പാണ്. ഈ ലക്ഷ്യം ഇപ്പൊ പറഞ്ഞ ഒരു കാര്യമാണ് ചോദിച്ചോട്ടെ, ലക്ഷ്യം പറഞ്ഞല്ലോ നമുക്ക് കൂടുന്നവർ ആരാണെന്ന് നമുക്കറിയില്ല അല്ലെ, അങ്ങനെ ചതവ് പറ്റിയിട്ടുണ്ടോ? അല്ല, തീർച്ചയായിട്ടും നമ്മുടെ ഒപ്പം നിൽക്കും. നമുക്ക് പല പല സാഹചര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ നല്ല ഫ്രണ്ടായിട്ട് ഇന്ന് വർത്തമാനം പറയുകയും അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയാത്ത കാര്യങ്ങൾ വേറെയുള്ളവരുടെ അടുത്ത് പറഞ്ഞതായിട്ട് പറയും. പക്ഷെ അവരത് നമ്മളോട് ഷെയർ ചെയ്ത് കഴിഞ്ഞാലേ ഉള്ളൂ നമ്മളത് അറിയുന്നുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ, അയ്യോ ഞാൻ ലിസ്റ്റിന് ഇങ്ങനെ പറഞ്ഞില്ലായിരുന്നോന്ന് ചോദിച്ചു. ഇപ്പോൾ സുരാജിനെ പറ്റി ഞാനൊരു പറയാത്തൊരു കാര്യം വേറൊരാൾ വന്നിട്ട് അമീർ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ലിസ്റ്റിന് ഇങ്ങനെ പറഞ്ഞെന്നുള്ളത്. ഞാനിത് അറിഞ്ഞിട്ട് പോലും ഉള്ളൊരു കാര്യമല്ല. പക്ഷേ സുരാജ് ഇത് എന്നോട് ചോദിക്കാതെ, സുരാജ് ഇത് അമീറിൻ്റെ വർത്തമാനം കേട്ടിട്ട് എന്നോട് ബിഹേവ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് എന്താ തോന്നുക? ഇത് എന്നോട് അറിഞ്ഞാലേ ഉള്ളൂ എനിക്കിത് അമീറിനെയും കൂടെ മുമ്പിൽ വെച്ചിട്ട് ഇത് ചോദിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോഴല്ലേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് ഏതാണ് സത്യം ഏതാണ് നോണ, ഇയാൾ എന്താണ് ഞാൻ എന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. സോ അതൊക്കെ നമ്മുടെ ഈ ട്രാക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിട്ടിരിക്കുമ്പം കുറേ ബന്ധങ്ങൾ വെറുതെ ആവശ്യമില്ലാതെ അങ്ങനെയൊക്കെ പോകാറുണ്ട്. നമ്മൾ പോലും അറിയത്തില്ല. ഒരു പ്രോജക്റ്റിനോട് നമ്മൾ നോ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ വ്യക്തികളോടല്ലല്ലോ ആ നോ പറയുന്നത്, മനസ്സിലായി, ആ പ്രോജക്റ്റിനോടാണ് നോ പറയുന്നത്. അപ്പോൾ ഉടനെ ആ പ്രോജക്റ്റിനോട് നോ പറയുമ്പം അത് ചെയ്യാൻ പറ്റാത്ത പല സാഹചര്യങ്ങളായി. ഞാനൊരു എക്സാമ്പിളാണ്. അപ്പോൾ അതെല്ലാം ഒരു വിരോധത്തിലേക്ക് നമുക്ക് കമ്മിറ്റ്മെന്റ്സ് കൂടുവാണ്. ഇപ്പം ചില സാഹചര്യത്തിൽ നമുക്ക് ചിലരുടെ ഫോണോ അല്ലെങ്കിൽ പറഞ്ഞത് കീപ്പപ്പ് ചെയ്യാൻ പറ്റാതെ വരുന്നുണ്ട്. അപ്പം ഇവിടെയൊക്കെ നമ്മളിത് സാഹചര്യം, അപ്പം നമ്മൾ ഒരു കാര്യം മനസ്സിലായി, എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ടിട്ട് നമുക്ക് പോകാനായിട്ട് ഇതിന്റെ ഭാഗമാണ് തൃപ്തിപ്പെടുത്തിക്കൊണ്ടിട്ട് പോകാനായിട്ട് പറ്റൂല എന്ന് മനസ്സിലായി. അപ്പം നമ്മൾ ആദ്യമൊക്കെ ഈ വിഷമാണ് ഭയങ്കര. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മളിപ്പോൾ കുറച്ചും കൂടെ എല്ലാവരിൽ നിന്നും മാക്സിമം കുറച്ച് അകലം കാരണം അടുക്കും തോറും കൂടുതൽ വിഷമാണ് വരുന്നത്. കാരണം പറഞ്ഞു മനസ്സിലായി. അപ്പം നമ്മൾ ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ ഇപ്പോൾ ഇവൻ നടക്കുന്നു. എന്നെ പരിചയമില്ലാത്തവർക്ക് പോലും ഇഷ്ടക്കേട് ഉണ്ടാകുക എന്ന് പറയുന്നത് എന്താണ്? നമ്മളുമായിട്ട് ഒരു കാര്യങ്ങളിൽ ഒരു ഡീലിൽ ഏർപ്പെട്ടുള്ള ഒരാളുമല്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആവശ്യമില്ലാത്തൊരു വേറെ രീതിയിൽ വന്ന് പ്രസൻറ്റ് ചെയ്തിട്ട്. സോ അങ്ങനെയൊക്കെയാണ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ. അതുവരെ വളരുന്ന വരെ ഒരു ആത്മാർത്ഥമായ സ്നേഹം ഉണ്ടായിരുന്നു. വളർന്നു കഴിഞ്ഞ് നമ്മൾ പോലും അറിയാതെ നമ്മളെ പറഞ്ഞു മനസ്സിലായി. അതൊക്കെ ബിസിനസ്സിൻ്റെ ഭാഗമാണ്, മനസ്സിലായി. ഇപ്പം നമ്മൾ അംബാനിയുടെ കാര്യം, അദാനിയുടെ കാര്യം അല്ലെങ്കിൽ മറ്റുള്ള ഇവരെയൊന്നും നമുക്കറിയത്തില്ല. ഏതോ ന്യൂസ് എവിടുന്നോ കേട്ടു, അങ്ങനെ മാത്രമാണ് അറിയാവുന്നത് അല്ലേ? രാഷ്ട്രീയം ആയിക്കോട്ടെ, നമുക്ക് അറിയാൻ മേലാത്ത ആൾക്കാരെ, നേരിട്ട് പരിചയമില്ലാത്തവരുടെ ടോപ്പിക്കുകൾ നമ്മൾ എത്രയോ സംസാരിക്കുന്നു. വലിയ അറിവുള്ള പോലെ നമ്മൾ അവരെ അടുത്തറിയാവുന്ന പോലെ നമ്മൾ സംസാരിക്കുകയാണ്, മനസ്സിലായി. അപ്പം ഇതെല്ലാം ഒരു പാർട്ട് ഓഫ് ദ ലൈഫാന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു, മനസ്സിലാക്കി കഴിഞ്ഞു. അത് മനസ്സിലാക്കി വെച്ചുകൊണ്ടിട്ട് നമ്മുടെ രജനീകാന്ത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 2 തവള ഇങ്ങനെ ഒരു വലിയ ഇതിൽ കൂടെ കയറിപ്പോണം. അവിടെ തേളുണ്ട്, പാമ്പുണ്ട്, അതുണ്ട് എന്നൊക്കെ എക്സാമ്പിൾ പറഞ്ഞു കൊടുക്കണം കഥയില്. കയറിപ്പോ. അപ്പൊ ഒരുത്തൻ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ വീണ്ടും കയറി പൊക്കോണ്ടിട്ടിരിക്കുകയാണ്, മനസ്സിലായി. അപ്പൊ കയറിപ്പോയപ്പോ ഒരുത്തൻ താഴെ വീണ്, വേറൊരു തവള വീണ്ടും തേള് പിടിച്ചു. ഇങ്ങനെയൊക്കെ ഒരുത്തൻ വിട്ടടിച്ച് പോവാണ്. അതെന്താടാ താഴെ ഇന്റർവ്യൂ എടുത്തപ്പോ എന്താന്ന് ചോദിച്ചപ്പോ അതിന് കാത് കേൾക്കൂല എന്ന് പറഞ്ഞിട്ട്. എന്ന് പറഞ്ഞാലാണ് ചിലവരുടെ യാത്ര. നമ്മളിത് എല്ലാവർക്കും ആൻസർ കൊടുത്തോണ്ടിട്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു മൂവ്മെന്റും നടക്കൂല. ഇപ്പൊ സുരാജേട്ടനോട് പറയുന്ന കഥകളെല്ലാം പുള്ളിക്ക് അഭിനയിക്കാൻ പറ്റും? ഒരിക്കലും പറ്റത്തില്ല. ഇപ്പൊ അവൻ നമ്മുടെ സുഹൃത്താന്ന് ഓർത്തായിരിക്കും പറയുന്നത്, പക്ഷെ ഒരു രക്ഷയില്ലാത്ത കഥയായിരിക്കാം, മനസ്സിലായി. അപ്പൊ പറയുമ്പോ അവന് ബുദ്ധിമുട്ട്. ഞാനും അവനൊക്കെ പണ്ട് മിമിക്രി ചെയ്തോണ്ടിരുന്നപ്പോ മുതൽ ഭയങ്കര ഇതായിരുന്നു. ഇപ്പൊ അവൻ കുറെ നടനായി. ഞാൻ പറഞ്ഞ ഇതൊക്കെ എന്റെ ജീവിതത്തിലും സുരാജേട്ടന്റെ ജീവിതത്തിലും ഗ്രേസിന്റെ ജീവിതത്തിലും അമീറിന്റെ ഒക്കെ ജീവിതത്തില് ഇപ്പൊ അലിയുടെ ജീവിതത്തിലും എല്ലാം ഉണ്ടാവും, പറഞ്ഞു മനസ്സിലായി. പക്ഷെ ഇതിനൊന്നും നമുക്ക് എത്രത്തോളം പ്രസക്തി ഉണ്ടെന്നുള്ളത് കാലമാണ് തെളിയിക്കുന്നത്. തീർച്ചയായിട്ടും കാലം തെളിയിക്കേണ്ടതാണ്. സുരേഷ് ലിസ്റ്റിനെ സംബന്ധിച്ചുള്ള ഒരു അഭിനയിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്. എനിക്കറിയില്ല, നമ്മളൊക്കെ പ്രോഗ്രാം കാണുന്നതല്ലേ? മുമ്പേ പറഞ്ഞതിന്റെ അത് കഴിഞ്ഞിട്ട് ചോദിച്ചു. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളെ ഇതിലെ എത്ര നല്ല ആളാണെങ്കിലും ചില സമയത്ത് ഈവൻ കിട്ടത്തില്ല. ഞാൻ തന്നെ ഇപ്പൊ ലാലേട്ടന്റെ വൈഫിന്റെ ഇന്റർവ്യൂ കിട്ടിയ ആള് ഹൈദരലിയ. ജനങ്ങൾ ഞെട്ടിപ്പോയി, ഇവനെങ്ങനെയാടാ ഇത് കിട്ടിയെന്ന് പറയും. ഇത്രയും ആളുണ്ടായിട്ട് എങ്ങനെ അവിടെ പോയി അകപ്പെട്ടു എന്നുള്ള ലെവലിലേക്ക് ആയിപ്പോയി. ഞാൻ പറഞ്ഞ ഞാനേ ഹൈദരലിനെ വിളിച്ചിട്ട് അതൊരു ഉഗ്രൻ ഇന്റർവ്യൂ ആയിരുന്നു. എനിക്ക് തോന്നുന്ന ലാലേട്ടന്റെ വൈഫ് ആദ്യം കൊടുക്കുന്ന ഒരു ഇന്റർവ്യൂ ആയിരുന്നു. സത്യത്തിൽ അതെങ്ങനെ കിട്ടി? അത് ബന്ധങ്ങൾ വെച്ച് കിട്ടുന്നതാണല്ലോ. നമ്മള് സിനിമയെ ഇഷ്ടപ്പെടുന്നു, സിനിമാക്കാരോടൊപ്പം യാത്ര ചെയ്യുന്നു, സിനിമയ്ക്ക് വലിയ ഉപദ്രവമൊന്നും ചെയ്യാത്തൊരു വ്യക്തിയായതുകൊണ്ടാണല്ലോ നമുക്ക് കിട്ടുന്നത്. എനിക്ക് തോന്നുന്നു ഹൈദറിന്റെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഇന്റർവ്യൂകളിൽ ഒന്നായിരുന്നു. കാരണം വലിയ
ഒരു നല്ല ഒരു ഇന്റർവ്യൂ ആദ്യമായിട്ട് ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ ഹൈദറിനെ വിളിച്ചു അന്ന് പറയുന്നത് തന്നെ വിളിച്ചാണ് ഇൻഡസ്ട്രിയിൽ നിന്ന് വിളിച്ചാണ്. അപ്പൊ ഞാൻ അതാ പറഞ്ഞു, ഇത് ആർക്ക് എന്ന് എവിടെ എന്ത് കിട്ടും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റൂല. അപ്പം ഹൈദറിനെ സംബന്ധിച്ച് ഒരു ആങ്കറാണ്. അപ്പൊ ഇങ്ങനെ ചെയ്തു പോകുമ്പോഴത്തേനും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകളെ ഈ കിട്ടുക എന്നൂടെ ഉള്ളതാണല്ലോ അതിന്റെ ഒരു കാര്യം സംഭവിക്കുന്നത്. ഓക്കെ. ഞാൻ പറഞ്ഞ ഇപ്പം ഏതൊക്കെ ഒരു ഓഡിയോ ലോഞ്ച് വന്നാലും ഈ ഓഡിയോ ലോഞ്ചിനൊക്കെ എല്ലാ ഓഡിയോ ലോഞ്ചിലും ഇന്റർവ്യൂവിനാണ് നല്ല തക്കുകൾ അടിക്കുന്ന ഒരു വ്യക്തിയാണ്. അഭിനയിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയായിട്ട് ഞാൻ കാണുന്നു കേട്ടോ. ഞാൻ പേഴ്സണൽ ഞാൻ ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട്, സുരാജ് ചേട്ടൻ്റെ ആംഗിളിൽ എങ്ങനെയാണ് ലിസ്റ്റിന് അഭിനയിക്കാനുള്ള ഒരു കഴിവ് കണ്ടുപിടിക്കുന്നത്? അതിനേക്കാൾ പുള്ളി ഇപ്പോൾ മനോഹരമായിട്ട് അദ്ദേഹത്തിൻ്റെ ജോലി വൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അഭിനയത്തിലും കൂടെ കൊണ്ടുവിടണം. അദ്ദേഹത്തിന് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ വരട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. മുമ്പ് പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ട് ആ ഏരിയയിൽ കാണിച്ച് പുള്ളിക്ക് പുള്ളിയുടേതായിട്ടുള്ള സ്പേസ് ഉണ്ട്, അത് നന്നായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വരുന്നതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ അഭിനയിക്കുന്നുണ്ട്. പക്ഷേ ഷോർട്ട് ഫിലിമുകളിൽ മാത്രം പ്രധാന ക്യാരക്ടർ. പക്ഷെ അവിടെ തന്നെ പ്ലേ യൂട്യൂബ് ചാനലിൽ വരും. ഇല്ല, എനിക്ക് അഭിനയിക്കണം എന്നുണ്ടായിരുന്നെങ്കിൽ എൻ്റെ എത്രയോ സിനിമകൾ നടക്കുന്നു. എനിക്കിപ്പോൾ ഓരോ റോളുകൾ ചെയ്യുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ട്. പക്ഷെ എനിക്ക് അറിയണ്ടേ, എനിക്ക് അതിനോട് താല്പര്യം ഇല്ലാത്തതാണ്. മീൻസ് പിന്നെ നമ്മളവർക്ക് ഇപ്പോൾ ഗ്രേസിന്റെ കൂട്ട് എത്രയോ ആർട്ടിസ്റ്റുകളുണ്ട്. മീൻസ് ഞാൻ അങ്ങനെ പറയുന്നതല്ല, ഞാൻ ഗ്രേസ് എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിൻ്റെ ഭയങ്കര ഫാനാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരുണ്ട് കേട്ടോ. കാരണം ആ ഒരു തനതായ രീതിയിൽ അത് പെർഫോം ചെയ്യാന്ന് പറയുന്നത് ഇപ്പം എല്ലാവർക്കും ഞാൻ പറഞ്ഞ അങ്ങനെ അഭിനയിക്കാനായിട്ട് ഇവന് പറ്റൂല. ഇപ്പോൾ സുരാജേട്ടൻ എത്രയോ മിമിക്രി ആർട്ടിസ്റ്റുകൾ ഇപ്പം ഇവനുണ്ട് അവസരം കിട്ടാത്ത, പറഞ്ഞു മനസ്സിലായി, നന്നായിട്ട് ചിലപ്പോൾ ഇപ്പം ഇവൻ പെർഫോം. പക്ഷെ അത് അങ്ങനെ നടക്കൂല. എല്ലാവർക്കും എല്ലാം ഒത്ത് ഇപ്പം ഇവൻ വരത്തില്ല. എല്ലാവർക്കും അത് അഭിനയം പറഞ്ഞിട്ടുണ്ടാകത്തില്ല. നമുക്കിത് കാണുമ്പോൾ നന്നായിട്ട് ഒരാൾ പ്രസംഗിക്കുമ്പം നമുക്കും ആഗ്രഹം കിട്ടും. മൈക്ക് കിട്ടുമ്പോൾ നമ്മൾ അതിൽ നന്നായിട്ട് പ്രസംഗിക്കണം, മുട്ടിടിക്കും. പറഞ്ഞു മനസ്സിലായോ? കാര്യങ്ങൾ കറക്റ്റ് ആ സമയത്ത് മെമ്മറിയിൽ വരണം, പറയേണ്ട പോയിന്റുകൾ ഇതെല്ലാം ഓർത്ത് വരണം. പറഞ്ഞു മനസ്സിലായി? ഇതൊക്കെ ഒരു IQ ലെവലാണ്. നമുക്കിപ്പോൾ ഒരാൾ നല്ല പ്രസംഗിക്കുമ്പോഴത്തേനും നമുക്ക് തോന്നും, ഒരാൾ മോഹൻലാൽ കിരീടത്തിൽ അഭിനയിക്കുമ്പോൾ തോന്നും എനിക്കും അങ്ങനെ പെർഫോം ചെയ്യണം. അങ്ങനെ നടക്കില്ലല്ലോ. പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ സുരാജ് ചേട്ടൻ പറഞ്ഞ പോലെ എനിക്ക് എൻ്റെതായ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ നല്ല രീതിയിൽ പോവുക. ഞങ്ങളോട് ചോദിക്കുകയാണ് ലിസ്റ്റ് ചേട്ടനെ പോലെ ആവാൻ പറ്റുമെന്ന് വെച്ചാൽ ഞങ്ങളെ കൊണ്ട് പറ്റില്ല. അതിൽ ലിസ്റ്റ് ചേട്ടനാണ് ബെസ്റ്റ്. തീർച്ചയായിട്ടും ഓരോ റൂട്ടുണ്ട്. ഈ സിനിമയിലേക്ക് നമ്മൾ തിരിച്ചെത്തുമ്പോൾ കുറെ ആർട്ടിസ്റ്റുകളുണ്ട്. ഞാൻ ആ സിനിമ കുറെ ഒരുപാട് പേരുണ്ട്. കരമന ചേട്ടനുണ്ട്, പിന്നെ വിനയ പ്രസാദ് ചേച്ചി, ശ്യാം മോഹൻ, നമ്മുടെ ഈ പടത്തിന് ശേഷം പ്രേമലുവിന് ശേഷം ഗംഭീര മുഴുനീള കഥാപാത്രമാണ്. പിന്നെ വേറെ വിനീത് തട്ടില്, സജിൻ ചെറിയൻ, അങ്ങനെ ഒരുപിടി താരങ്ങൾ, അലക്സാണ്ടർ, കുറേ താരങ്ങൾ. പ്രൊഡ്യൂസർ എന്ന നിലയിൽ ഈ ആർട്ടിസ്റ്റുകളുടെ കാര്യത്തിൽ ഇടപെട്ടിരുന്നു സുരാജ് എന്നൊരു ആക്ടറും പ്രൊഡ്യൂസറും ഇടപെട്ടിരുന്നു? ഇല്ല, അത് സംവിധായകനും ഇദ്ദേഹം ക്യാഷ് എല്ലാം അല്ല. അത് ഞങ്ങൾ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ പുള്ളി പറഞ്ഞാടാ, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഇപ്പോൾ ഗ്രേസ് ഒക്കെ ചിലപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 2 ലക്ഷം അല്ല 5 ലക്ഷം രൂപ കുറച്ച് തന്നിരിക്കും. പക്ഷെ നാളെ ഇവരും ഇഷ്ടം കൂടി പടങ്ങൾ ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യില്ല. എല്ലാ ആർട്ടിസ്റ്റും ഇപ്പോൾ എന്നോട് കുറയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ 50 ലക്ഷം 75 ലക്ഷം ഒക്കെ ചിലപ്പോൾ കുറയ്ക്കാൻ പറഞ്ഞാൽ ഞാൻ പെട്ടു. അതുകൊണ്ടിട്ട് നിങ്ങൾ തന്നെ ഡീൽ ചെയ്യുക, അതായിരിക്കും നല്ലത്. അതാണ് എനിക്ക് ലാഭം. ഈ പ്രൊഡക്ഷൻ നമ്മൾ ചേർന്ന് ആ സമയത്ത് തന്നെ എന്നെ വിളിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഒരാളോടും ശമ്പളം സംസാരിക്കില്ല, എനിക്കത് ഇഷ്ടമല്ല. കാരണം ഇത് എന്നെ തന്നെയുള്ളൂ തിരിച്ച് ബാധിക്കുള്ളൂ എന്നുള്ള പൂർണ്ണ ബോധ്യം. ഇനി ചിലപ്പോൾ ഞാൻ നിർമ്മിച്ചില്ലെന്ന് വരും. അപ്പൊ അതുകൊണ്ടിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് പുള്ളി അത്. പ്രൊഡക്ഷൻ സൈഡേ ഞാൻ നോക്കിയിട്ടില്ല, അതെല്ലാം പുള്ളിയുടെ അണ്ടറിലായിരുന്നു. അല്ല, സാധാരണ ഒരു ആക്ടർ സിനിമ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് മറ്റൊരു ആക്ടർ പൈസ കുറച്ച് കൊടുക്കുന്ന കാലഘട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. അങ്ങനെ കൊടുക്കാറുമുണ്ട്. അത് അവരുടെ മനസ്സ്. ഞാനും ചെയ്യാറുണ്ട്. അതാണ് ചെയ്യാറുണ്ട്. പക്ഷെ അവിടെ ഒന്നും നമ്മൾ ഇടപെടാതെയാണ് ഈ കാര്യങ്ങളെല്ലാം പ്രൊഡക്ഷൻ്റെ ഭാഗത്തേക്ക് വിട്ടു. അത്രേ ഉള്ളൂ. അവർ സാറിന് സംസാരിക്കുക, പൈസ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കുക, ഇതെല്ലാം. ഇനി ആരെങ്കിലും കൊടുത്തില്ലെങ്കിൽ ഇടപെടേണ്ട വന്നാൽ മാത്രമേ അടുത്ത പ്രൊഡ്യൂസർ നില ഇടപെടേണ്ട കാര്യമുള്ളൂ. അത്രേ ഉള്ളൂ. എന്നാലും GST അടക്കം നിങ്ങൾ ചോദിക്കുക, അദ്ദേഹം തരും. അല്ലല്ല, അത് അങ്ങനെയാണല്ലോ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആക്ടറായിട്ട് നിൽക്കുമ്പോൾ ചിലപ്പം നമ്മുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് യൂസ് ചെയ്യുന്നല്ലോ. ഇപ്പം നമ്മൾ കാണുന്ന കണ്ണിൽ കൂടെ ആയിരിക്കത്തില്ല ഓപ്പോസിറ്റ് ഉള്ള ഒരാൾ.
നമ്മുടെ സൗഹൃദത്തെ യൂസ് ചെയ്യുമെന്ന് ചിലപ്പോൾ ഇവൻ ചിന്തിക്കും. അങ്ങനെ ഇപ്പോൾ ഓരോരുത്തർ ചിലപ്പോൾ ഒരു നല്ല ഇൻറ്റൻഷനോടെ ആയിരിക്കും നമ്മൾ ചോദിക്കുന്നത്, പക്ഷെ എന്താണെന്ന് വെച്ചാൽ ആ കേൾക്കുന്ന ആൾ ആ ഇൻറ്റൻഷനിൽ എടുക്കണമെന്നില്ല. അതാ അതിൻ്റെ പ്രശ്നം. നമ്മളൊക്കെ ഇത്രയും പടങ്ങൾ ചെയ്യുന്നതുകൊണ്ടിട്ടൊക്കെ നമുക്ക് അത് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് സുരാജ് ഒരിക്കലും ആ കാര്യത്തിൽ ഇടപെടുന്നത് എത്രത്തോളം നല്ലതാണെന്ന് എനിക്കറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ചിലപ്പോൾ റിവേഴ്സ് ഗിയറിലും സംഭവിക്കാം. നിങ്ങൾ തമ്മിലുള്ള ഒരു കോംബോ എങ്ങനെയാണ്? ഈ സിനിമയുടെ ഒരു കോംബോ വർക്കുണ്ട് നിങ്ങൾ തമ്മിലുള്ള ഒരു വർക്ക് മീൻ ഗ്രേസുമായിട്ടുള്ള? പിന്നെ നമ്മൾ നേരത്തെയും ചെയ്തിട്ടുണ്ടല്ലേ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ആക്ട്രസ്സാണ് ഞാൻ. ഇവരുടെ പെർഫോമൻസ് കണ്ടപ്പോൾ തന്നെ ഗ്രേസിനോട് നമ്മുടെ അമ്മയുടെ മീറ്റിങ്ങിൽ വെച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, നിങ്ങളുമായിട്ട് വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. നമ്മളെ പഴയ കുറേ ഓർമ്മപ്പെടുത്തലൊക്കെ ഉണ്ട്. ചിലപ്പോൾ കൽപ്പന ചേച്ചി എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ആക്ട്രസ്സാണ് കൽപ്പന ചേച്ചി. ഉർവശി ചേച്ചിയുടെ ചില മാനറിസങ്ങൾ, പിന്നെ ബിന്ദു ചേച്ചി, അങ്ങനെ എല്ലാം ഇച്ചിരി ഇങ്ങനെ വന്നു പോകുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും സ്വാഭാവികമായിട്ടും ഭയങ്കര താല്പര്യമാണ്. ഒറ്റ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ പടത്തിൽ ഭാര്യയായിട്ടാണ്, ഇതിൽ സഹോദരിയായിട്ടാണ്. ഇതിൽ സഹോദരിക്കാണ് പെർഫോം ചെയ്യാനുള്ളത് സഹോദരി, അതുകൊണ്ട് സഹോദരിയായിട്ട്. അതെ അതെ. പക്ഷെ നിങ്ങൾ തമ്മിലുള്ള കോംബോ ഗംഭീരമായിട്ടാണ് സിനിമകൾ നമ്മൾ ഇതിനു മുമ്പ് കണ്ടാണ്. അപ്പൊ ഇതിൽ നമ്മൾ കാണാൻ വേണ്ടി ഇരിക്കുകയാണ്. സഹോദരി എന്ന സഹോദരൻ എന്ന നിലയുള്ള കോംബോ വർക്ക് ഭയങ്കരമായി. നല്ല മുഴുനീള ഒരു കോമഡി ചിത്രം വരും. ഇനിയും നിങ്ങൾ തമ്മിലുള്ള അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കും. മണിപ്പുരയിലാണ് പ്രൊഡക്ഷൻ. സീരിയസ്ലി പ്രൊഡക്ഷൻ റെഡി ആവട്ടെ. വീണ്ടും നമ്മൾ 20-ാം തീയതിക്ക് ശേഷം നമ്മൾ ഒരു 20 ഇത്രേ ഇവര് തമ്മിലുള്ള ആ പ്രോജക്റ്റ് ഏതായാലും ഉണ്ട്. അതെ, ഈ രണ്ടാമത് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ഒരുമിച്ചുള്ള പ്രൊഡക്ഷൻ, അത് തീരുമാനിക്കാറായില്ല. 20-ാം തീയതി എന്തായാലും ഞാൻ ഇദ്ദേഹത്തിനെ കൽപ്പിക്കും. കഥ കേൾപ്പിക്കും. ചെയ്തോ ഇല്ലയോ അതൊക്കെ നമുക്ക് ഒരാളും കൂടെ ഉള്ളത് നല്ലതല്ലേ? തീർച്ചയായിട്ടും എപ്പോഴും ഒരാളും കൂടെ ഉള്ളത് തന്നെയാണ്. ഇപ്പം ഇത് എത്ര നാളത്തെ ഒരു പരിശ്രമമായിരുന്നു ഈ സബ്ജക്റ്റിലേക്ക്? ഈ സബ്ജക്റ്റ് കുറച്ച് അധിക കാലമായിട്ട് കയ്യിലുള്ളൊരു സബ്ജക്റ്റാണ്. ആയിഷയുടെ സമയത്തൊക്കെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള സബ്ജക്റ്റാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആദ്യം ചെയ്യാനുണ്ടായിരുന്ന ഒരു സബ്ജക്റ്റ് ഞാൻ ഫസ്റ്റ് വന്നിട്ട് ലിസ്റ്റിൻ്റെ അടുത്താണ് കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊരു ചന്ദനലേപ സുഗന്ധം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. അതിൻ്റെ ഇടയിൽ പിന്നെ വിലായത്ത് ബുദ്ധ ഒക്കെ വന്നത് പിന്നീട് സുരാജിൻ്റെ അടുത്ത് വേറെ വന്നിരുന്നു. അത് പക്ഷെ അത് പല കാരണങ്ങൾ കൊണ്ടും അന്ന് നടന്നിട്ടില്ല. പിന്നീട് ശരിക്കും മഞ്ചേച്ചി അടുത്ത് ഞാൻ ആദ്യം പറഞ്ഞ കഥ അതായിരുന്നു. പിന്നീട് ആയിഷ എൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ടേക്ക് വന്നൊരു സിനിമയാണ്. പിന്നെ അതൊരു സിനിമ ആ അർത്ഥത്തിൽ കഴിഞ്ഞു പോയി. അപ്പോൾ ആ സമയത്ത് തന്നെ ഞങ്ങളിങ്ങനെ റൈറ്റർ ആഷിഫ് കക്കോടി നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്തിരുന്ന സബ്ജക്റ്റുകളിലൊന്ന് ഇതായിരുന്നു. ഇങ്ങനെ ഒരു പരിപാടി. പക്ഷെ ഇത്രയും ഇങ്ങനെ ഈ ഐഡിയയിലായിരുന്നില്ല. പക്ഷേ ഇതുപോലൊരു ഫാമിലിക്കകത്ത് നടക്കുന്ന ഇങ്ങനെയുള്ള കഥകളാണ്. അപ്പോൾ അത് പിന്നീട് രണ്ടാമത്തെ സിനിമ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ അറിയാമല്ലോ, നമ്മൾ രണ്ടാമത്തെ സിനിമ നമ്മൾ അടയാളപ്പെടുത്തുക എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ആദ്യത്തെ സിനിമയ്ക്ക് അത്രയും വലിയൊരു പോപ്പുലാരിറ്റി കിട്ടാതിരിക്കുകയും ക്രിട്ടിക്കലി അക്ലൈം കിട്ടുകയും ഒക്കെ ചെയ്തപ്പോൾ ഇനി ഇവൻ്റെ സിനിമ ഇനി അതിലെ തിയേറ്ററിൽ പോയി കാണണോ വേണ്ടിയോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഫൺ വർക്കാവുന്ന, എല്ലാവർക്കും ചിരിക്കാൻ പറ്റുന്ന ആ ആംഗിളിലുള്ള ഒരു സിനിമ ചെയ്യുക എന്നുള്ളൊരു നിർബന്ധത്തിൻ്റെ പുറത്താണ് ഈ സബ്ജക്റ്റ് തന്നെ രണ്ടാമത്തെ സിനിമ ചെയ്യണം എന്നാഗ്രഹിക്കുന്നത്. അത് സുരാജേട്ടനിലേക്ക് എത്തുന്നു. പിന്നെ ഈ പറഞ്ഞതുപോലെ ബാക്കി കാര്യങ്ങൾ. മ്യൂസിക് ഒരു മെയിൻ ഘടകമാണ് കേട്ടോ. അങ്കിത് മേനോൻ, ഹേ ബനാനെ ആ ടീമാണ്. പൊളിച്ചിട്ടുണ്ട്. 6 പാട്ടുണ്ട്. 6 പാട്ട് 4 മുഴുനീളമായിട്ടുണ്ട്, 2 ബീറ്റ് സോങ്ങുമായിട്ട്. പൊളി പാട്ടുകളാണ്. ഇപ്പോൾ എല്ലാം വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കേട്ടിട്ടില്ല എങ്കിൽ ഹൈദരാലിക്ക നരഭോജി തിരുമാലി പാടിയൊരു പാട്ട് ഇപ്പോൾ റിലീസ് കഴിഞ്ഞു. അത് നല്ല രസകരമായിട്ടുണ്ട്. പക്ഷേ പാട്ടുകൾ 6 പാട്ടൊക്കെ നല്ല ബിസിനസ് അല്ല ലിസ്റ്റ്. പക്ഷെ ഇതായതിനു പക്ഷെ അല്ലു അർജുൻ അങ്ങനെ ഹീറോയിങ് ഒന്ന് ആലോചിച്ച് നോക്കി ഏത് ലെവലിലേക്ക് ആ പടം പോയേനെ. അതെ, ഇത് ഇദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പൊ തിരുമാലി പോയി നിൽക്കേണ്ടതാ, എവിടെയോ പോയി നിൽക്കേണ്ടതാ. എത്ര പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്തിയാനെ കൊടുക്കത്തുമില്ല. അത് ഇപ്പൊ കറക്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ല, അല്ലു അർജുൻ നായകനും മൈത്രി പ്രൊഡക്ഷൻ ആയിരുന്നെങ്കിൽ അപ്പൊ ഡയറക്ടറും എല്ലാം മാറും. ഡയറക്ടർ ചിലപ്പോൾ മാറില്ല, ഇവിടെ എല്ലാം മാറും. ഡയറക്ടർ മാറത്തില്ല, ഒരു കസേര എടുത്ത് അവിടെ ഇരുന്നാ മതി. അല്ല ലിസ്റ്റ് ഈ പറഞ്ഞ അന്യഭാഷ സിനിമകൾ ഒത്തിരി സിനിമകൾ റിലീസ് ചെയ്തു. വളരെ പരാജയങ്ങൾ സംഭവിക്കുന്ന സിനിമകൾ പ്രേക്ഷകർ തിരിച്ചറിഞ്ഞു തുടങ്ങി. പണ്ടൊക്കെ സിനിമ എടുത്ത് എനിക്ക് വിജയുടെ സിനിമയൊക്കെ എടുത്തൊരു പരാജയം ഏറ്റുവാങ്ങിയ ഒരു വ്യക്തി തന്നെയാണ് താങ്കൾ. ഇപ്പം അന്യഭാഷ സിനിമകൾ എടുക്കാനും പോകുന്നില്ല. ഈ അന്യഭാഷ സിനിമകൾ ഒത്തിരി പരാജയത്തിലേക്ക് പോകുന്നുണ്ട് ഇപ്പം മലയാള ഇൻഡസ്ട്രിയിൽ വന്ന്. അതിനെക്കുറിച്ച് എന്തെങ്കിലും പഠിച്ചിരുന്നു ലിസ്റ്റിനൊരു? അല്ല, അങ്ങനെയല്ല. ഇപ്പം ഞാൻ പറഞ്ഞത്
ഈ കഴിഞ്ഞ അല്ലു അർജുൻ്റെ പടം ഏതാണ്ടിട്ട് 5 കോടി 5.5 കോടി രൂപ ഏതാണ്ടിട്ടാണ് വന്നത് ഫസ്റ്റ് പാർട്ട്. അതേ പടത്തിനെ കയറിയിട്ടിട്ട് 20 കോടി രൂപ ആയിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ സെക്കൻഡ് പാർട്ട് വന്നപ്പോൾ. മനസ്സിലായി? ഇപ്പം നമ്മളോട് കൂടി എടുക്കേണ്ട ഒരു പടമായിരുന്നു. പക്ഷേ അത് വേറൊരാൾ ഇപ്പം അത് എടുത്തു. അപ്പോൾ ആ പടം എടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കഴിഞ്ഞ പടത്തിൻ്റെ വന്നതിൻ്റെ എത്രയോ ഇരട്ടിയിലാണ് അടുത്ത പടം ചോദിക്കുന്നത്. പിന്നെ മോർ എക്സ്പെക്റ്റേഷൻ ആണല്ലോ. ഇതൊരു പ്രോഡക്റ്റ് അല്ല, പ്രോജക്റ്റ് ആണ്. മനസ്സിലായോ? ഇതൊരു പ്രോജക്റ്റാണ്. എന്താണ്, പോയ പടത്തിൻ്റെ ബിസിനസ് സാധ്യത നിലനിർത്തിക്കൊണ്ടിട്ട് പുഷ്പ 2 എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ പടത്തിൻ്റെ വിജയത്തെ സെല്ല് ചെയ്യുകയാണ് ഇവർ. പറഞ്ഞാൽ മനസ്സിലാവും മാക്സിമം. അതായത് എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ OTT റൈറ്റിനാണ് ഇത് വിറ്റേക്കുന്നത്. അന്യഭാഷ എല്ലാ റൈറ്റ്സുകളും ഭയങ്കര സെല്ലിംഗ് ആണ് നടന്നിരിക്കുന്നത്. ഇത് പ്രോജക്റ്റ് സെയിലാണ്. പിന്നെ ഒരു ഹീറോനെ സംബന്ധിച്ച് എന്താണെന്ന് വെച്ചാൽ അവരൊരു എസ്റ്റാബ്ലിഷ് ആവണമെങ്കിൽ ഇങ്ങനെയുള്ളൊരു പ്രോജക്റ്റിൽ പോയി എല്ലായിടത്തും നടക്കുന്നതാണ്. ഇപ്പോൾ മാക്സിമം സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ അല്ലു അർജുൻ്റെ ഒക്കെ ആണെങ്കിലും കണ്ടില്ലേ, അതായത് പട്നയിലോ എവിടെയായിരുന്നു അതിൻ്റെ CP എന്ന് പറഞ്ഞത് എന്തോ അതിപ്പോൾ ആ ഹീറോയുടെ ബിസിനസ് വാല്യൂ കൂട്ടാൻ വേണ്ടിയിട്ടൂടെ ഉള്ളൊരു പരിപാടിയാണ് ഇത് ആക്ച്വലി ചെയ്യുന്നത്. ഇപ്പോൾ ഇത് ചെയ്തു, KGF ചെയ്തു. KGF 1 ഇവിടെ കണ്ടിട്ട് 2.5 കോടി രൂപയോ 3 കോടി രൂപ കണ്ടിട്ടാണ് ഫസ്റ്റ് പാർട്ട് വന്നത്. പക്ഷേ സെക്കൻഡ് പാർട്ട് വന്നത് 30 കോടി രൂപ മേളിലാണ് കളക്ട് ചെയ്തത് KGF. അതുപോലെ തന്നെ ബാഹുബലി ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് 9 കോടി രൂപയാണ് ഫസ്റ്റ് പാർട്ട് PN വന്നത്. സെക്കൻഡ് പാർട്ട് 35 കോടി രൂപയാണ് ഷെയർ വന്നത്. സോ അതിൻ്റെ ബിസിനസ്സാണ് സെല്ല് ചെയ്യുന്നത്. ഒരു ഹൈ ആയിട്ട് വന്നിട്ട് നിൽക്കുന്ന ഒരു പടത്തിൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുമ്പോൾ പ്രോജക്റ്റിനേക്കാൾ കൂടുതൽ അതൊരു പ്രോഡക്റ്റിനേക്കാൾ കൂടുതൽ ഒരു പ്രോജക്റ്റ് ആയിട്ട് വരിക ഹൈപ്പ് കിട്ടാൻ വേണ്ടി. ഇന്നുള്ള എല്ലാ ആർട്ടിസ്റ്റിനും എന്താ വേണ്ട, ധൈര്യമായിട്ടിരി 20-ാം തീയതി കഴിയട്ടെ അടുത്ത് EDയുടെ സെക്കൻഡ് പാർട്ട്. ഇത് പ്രോജക്റ്റ് ആയിട്ട് സംഭവിക്കും, നോക്കിക്കോ, അത് സംഭവിക്കട്ടെ. ഈശ്വര എല്ലാവരും. എന്താന്ന് വെച്ചാൽ 2 ഇടിയെന്നും പറഞ്ഞ് അയക്കും ടൈറ്റിൽ. എൻ്റെ അമ്മയുടെ പേരിലുള്ള ആദ്യത്തെ പ്രൊഡക്ഷനാണ് വിലാസിനി സിനിമാസിൻ്റെ. അതുപോലെ തന്നെ ലിസ്റ്റൻ സ്റ്റീഫനും കൂടെ ചേർന്നിട്ടുള്ള പ്രൊഡക്ഷനാണ്. നിങ്ങളെല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ ചെന്ന് കാണുക. പറഞ്ഞ പോലെ തന്നെ 20-ാം തീയതിക്ക് ശേഷം സിനിമ സംസാരിക്കട്ടെ. താങ്ക് യു. ഒരു മിനിറ്റ്, ഒരു കാര്യം കൂടെ അത് നിർത്തുകയാണ്. പക്ഷേ അത് എനിക്ക് വിഷമം ഒരു കാര്യം ചെയ്യാം. പക്ഷേ ലിസ്റ്റിൻ്റെ എല്ലാ മേഖലയും കൈ തൊട്ട് വരുന്നു. കഴിഞ്ഞ ദിവസം നിങ്ങളെല്ലാം കൂടെ ലോഞ്ച് ചെയ്തു യൂട്യൂബ് ചാനൽ ഓൺലൈൻ തുടങ്ങാൻ പോവാണ്. അതിൻ്റെ ആവശ്യമുണ്ടോ ലിസ്റ്റിന്? പേഴ്സണലി ചോദിച്ചാൽ പോരെ, അതൊക്കെ പബ്ലിക് ആക്കുന്ന ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ? തീർച്ചയായിട്ടും. പക്ഷെ എന്നാലും പുള്ളി ഒരു ബഹുദൂരം അദ്ദേഹത്തിൻ്റെ മൈൻഡ് സഞ്ചരിച്ചു കഴിഞ്ഞു. കാരണം ഇനി ഭാവിയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സിനിമയൊക്കെ ഇപ്പോൾ OTT ഒക്കെ അവരുമായിട്ട് മത്സരിക്കാനല്ല, ഇവിടെ ഒരു വലിയൊരു OTT പ്ലാറ്റ്ഫോം വരികയാണെങ്കിൽ ചിലപ്പോൾ ഇദ്ദേഹം തുടങ്ങുമ്പോൾ വേറെ ആർക്കെങ്കിലും ഇതിനുള്ള ഇങ്ങനെ ഒരു ഐഡിയ കിട്ടും, അവരും തുടങ്ങി. നിങ്ങൾക്കും ഇത് എടുക്കാം, നിങ്ങൾക്ക് ബാധകമാണ്. അല്ലെങ്കിൽ ഞാൻ പറയാം അതിൻ്റെ ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഹൈദർ കണ്ട പോലെയുള്ള ഒരു OTT പ്ലാറ്റ്ഫോമോ അല്ലെങ്കിൽ ഒരു ചാനലല്ല നമ്മുടെ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ തുടങ്ങി ഇതിൻ്റെ അകത്തെ ക്രൂ മെമ്പേഴ്സ് കറക്റ്റ് എല്ലാം ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഉദ്ദേശം വേറെയാണ്. ഒരു സിനിമയെ സംബന്ധിച്ച് ഇന്ന് നമുക്കിപ്പോൾ പല OTT പ്ലാറ്റ്ഫോമുകളും പടങ്ങൾ പർച്ചേസ് ചെയ്യുന്നില്ല, ലിമിറ്റേഷൻ ആക്കി കഴിയും. അപ്പോൾ ചെറുകിട പടങ്ങൾ വന്നിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുക, അപ്പോഴേ ഉള്ളൊരു കോമ്പറ്റീഷൻ ഒരു ഇത് വരുള്ളൂ. അപ്പോഴേ ഇല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ടോട്ടാലിറ്റിയിൽ താഴെയുള്ളൂ കിടക്കുള്ളൂ. അപ്പോൾ അതൊന്ന് ആവാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ചിലപ്പോൾ ഇത് എത്രത്തോളം പറഞ്ഞു കൊടുക്കരുത്. അല്ലല്ല ഞാൻ പറയതേ. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മെച്ചപ്പെടാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ടാണ്. എനിക്ക് വേണ്ടിയിട്ടുള്ള പൈസ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, ഓൾറെഡി ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ എന്റെ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, എന്റെ ബിസിനസ്സുകളെല്ലാം ഞാൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ പൊക്കോണ്ടിട്ട് ഇരിപ്പുണ്ട്. ഐ ആം ഹാപ്പി. എനിക്ക് എന്തുണ്ട്, പക്ഷേ നമ്മൾ തുടങ്ങാൻ പോകുന്ന ഈ പറയുന്ന പോലെ ഒരു OTT പ്ലാറ്റ്ഫോം പോലെ ഒരു അല്ല അതിലേക്കാണ് അതിന്റെ ഒരു റീച്ച് വരേണ്ടത്. ഇപ്പൊ നമ്മൾ ഇപ്പൊ ചെറിയ രീതിയിൽ ഇപ്പൊ ഈവൻ തുടങ്ങി ഒരു വലിയ രീതിയിലേക്കായി ഇത് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആ രീതിക്കാണ് പോകുന്നത്. തീർച്ചയായും അമ്മയുടെ കുടുംബ സംഗമമാണ്. അമ്മയുടെ പടമാണ്, അമ്മയുടെ പേരിലാണ് ഈ പടം എന്നാണ്. അമ്മ നമ്മുടെ അസോസിയേഷന്റെ അല്ല, എന്റെ അമ്മയുടെ വിലാസിനി അമ്മയുടെ പേര്. അമ്മ സംഘടനയുടെ കുടുംബ സംഗമം ഇത്ര വർഷമായി അമ്മ സംഘടന ഉണ്ടായിട്ട് ആദ്യമായിട്ട് നടക്കുന്ന സംഭവമാണ്. അത് ഗംഭീരമാവും. എല്ലാവരുടെയും നിസ്വാർത്ഥമായ സഹകരണവും എല്ലാവരും പങ്കെടുത്തുകൊണ്ടുള്ള ഒരു കുടുംബ സംഗമമാണ് വരുന്ന ജാനുവരി 4-ാം തീയതി. അത് ഗംഭീരമാവും. എല്ലാവരും ഉണ്ട്. വെട്ടിക്കെട്ട് പരിപാടിയായിരിക്കും. അതിൽ എനിക്കും ഒരു ഭാഗമാകാൻ കഴിഞ്ഞിട്ടുണ്ട്. അടിപൊളി. നമ്മുടെ ചാനൽ പുള്ളിയാണ്. എന്തായാലും കൺഗ്രാറ്റ്സ്. അത് നമ്മൾ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ അമ്മയുടെ പുതിയ പ്രോഗ്രാം വരുന്നു.
ലിസ്റ്റിനെ ഇത് ചോദിച്ചാൽ നീ ഇത് ഓൺലൈനൊക്കെ തുടങ്ങി എല്ലാ സ്ഥലത്തും പോയി ഒന്ന് കൈയിട്ട് വരാൻ നിന്നേക്കല്ലോ, ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട്. പിന്നെ അമ്മയുടെ അടുത്ത പരിപാടി അല്ലല്ല, ഒരു നല്ല പരിപാടി ഒരു സ്ഥലത്ത് നടക്കുമ്പോൾ ഹൈദരലി പോലെയുള്ള ഒരാൾ അവിടെ ഉള്ളത് നല്ലതാണ് ആക്ച്വലി. മനസ്സിലായില്ല. അല്ല, ഞാൻ പറയുന്നത് ഒരു നല്ല പരിപാടി അവിടെ നടക്കുമ്പോൾ ഹൈദരലി പോലെയുള്ള ഒരു ആൾ അവിടെ ആവശ്യമാണ്. നമ്മൾ ഖത്തർ വരെ പോയല്ലേ. എന്താ ഹൈദരാലിക്ക് വിശ്വാസമല്ല, നല്ലതല്ലേ പറഞ്ഞത്, അതെന്താ അങ്ങനെ പറഞ്ഞത്? ഡൗട്ടുള്ള ഒരാള് തന്നെ നന്നാക്കിയാ പറഞ്ഞത്. അതൊരു extra decent comment ആണ്. ആരല്ല എല്ലാവരും ഇല്ലേ? അതെ. ആ, അപ്പൊ അത്രയും ഉള്ള സംഘടനയുടെ ഈ ഡീസന്റ് ആൾക്കാർ മാത്രം വന്നാൽ മതി ഹൈദരലി. അല്ല, എത്ര പേര് ശ്രമിച്ചാണ് എന്തും നമുക്ക് കിട്ടിയല്ലോ. ഡീസന്റ് ആയിട്ടുള്ള ആൾക്കാർ മാത്രം ഇനി അവതരിപ്പിച്ചാൽ ചോദിച്ചു പോരല്ലോ. പോയില്ല എന്തായാലും ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ. ലിസ്റ്റിനെ ഈ പറഞ്ഞ പോലെ ഇപ്പം സുരാജേട്ടൻ പറഞ്ഞ പോലെ 20-ാം തീയതി കഴിയുമ്പോൾ ഇത് ചെറിയ സിനിമ എന്ന് നമ്മൾ പറഞ്ഞ ഇത് ഏറ്റവും വലിപ്പമുള്ള സിനിമയാണ്, നമുക്ക് ഏറ്റവും വലിപ്പമുള്ള സിനിമയാണ്. എക്സ്ട്രാ ഷോകൾ ഉൾപ്പെടെ കൂടണം എന്നാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾ ഈ ഇന്റർവ്യൂവിൽ പറഞ്ഞതും പറയാത്തതും ഒക്കെ ഉള്ള സംഭവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൗണ്ടറൊക്കെ അടിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഇതിൻ്റെ എല്ലാം ഉള്ളടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ED എന്ന് പറയുന്ന ഒരു നല്ല സിനിമ, പ്രേക്ഷകരെ നിരാശപ്പെടുത്താത്ത രീതിയിലുള്ള ഒരു സിനിമ 20-ാം തീയതി ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ വരുന്ന ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും ഉറപ്പിച്ച് തന്നെ ഞങ്ങൾക്ക് പറയാൻ പറ്റും, ഈ സിനിമ കാണുന്നവർക്ക് ഇത് നിരുത്സാഹപ്പെടുത്തത്തില്ല. ആദ്യം കാണുന്നവരുടെ ഒപ്പീനിയൻ കേട്ടിട്ട് തന്നെ നിങ്ങൾ ഈ സിനിമ പരിഗണിച്ചാൽ മതി. 100% അങ്ങനെ തന്നെ പരിഗണിച്ചാൽ മതി. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഈ സുരാജ് ഹീറോ ആയിട്ട് അഭിനയിക്കുന്ന ഒരു പടം നിങ്ങളുടെ മനസ്സിൽ പതിയണം, നിങ്ങൾ അവരെ പരിഗണിക്കണം, നല്ലതാണെങ്കിൽ ഇതൊരു വലിയ വിജയമാക്കി തരണം എന്ന് മാത്രമുള്ള റിക്വസ്റ്റേ ഉള്ളൂ. അല്ലേ ഗ്രേസ്? തീർച്ചയായിട്ടും മിസ്റ്റർ ഡീസന്റ് എന്ന സിനിമ നിങ്ങൾ കാണുക. 20-ാം തീയതിയാണ് തിയേറ്ററിലെത്തുന്നത്. ഡീസൻ്റ് ആയിട്ട് ഒരു സിനിമ തന്നെയായിരിക്കും. ഇത്രയും ഇവരുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഡീസന്റ് സിനിമയായിരിക്കും. അത് കണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നേരിട്ടും അല്ലാതെയും കാണാൻ പറ്റും. തീർച്ചയായിട്ടും ആദ്യ ഷോ തന്നെ കാണും. ആദ്യ ഷോ കണ്ട് ആദ്യം റിവ്യൂ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു. ഓക്കെ, താങ്ക് യു. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.